രഞ്ജിത്ത് തുടരുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ചോദിച്ചറിയേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇറാൻ പുതിയ ആണവ കരാറിന് തയ്യാറാകണമെന്ന് രൂക്ഷമായ ഭാഷയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ളതാണ്. ബോംബാക്രമണവും സാമ്പത്തിക സമ്മർദ്ദവും ഉൾപ്പെടെയുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ രാജ്യം നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. ഇറാൻ നിബന്ധനകൾക്ക് തയ്യാറാകാത്ത പക്ഷം കൂടുതൽ തീരുവകൾ ഏർപ്പെടുത്തുമെന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. രഞ്ജിത്ത് തുടരുന്നുണ്ട്. രഞ്ജിത്ത്, ഇറാന്റെ ഒരു മറുപടി ഈ വിഷയത്തിൽ വന്നിട്ടുണ്ടോ? ഭയപ്പെടുന്നുണ്ടോ ഇറാൻ? തീർച്ചയായും ഈ ആണവ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇതിനു മുൻപിൽ കാണാത്ത വിധം കനത്ത വ്യോമാക്രമണം ഉണ്ടാകുമെന്നാണ് ഇറാന് US-ന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ആര്യ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്നുകിൽ കരാറിൽ ഒപ്പിടുക, അല്ലെങ്കിൽ സൈനിക ആക്രമണം, അതിന്റെ പ്രത്യാഘാതം നേരിടുക എന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പായി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ നിർദ്ദേശം, ഈ നേരിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറാകണം എന്നുള്ള ഒരു നിർദ്ദേശം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നതുകൂടി ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇത് പൂർണ്ണമായും ഇറാൻ നിരസിച്ചു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇറാൻ പറയുന്നത് നേരിട്ട് അമേരിക്കയുമായി ചർച്ചയ്ക്കുണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. അതിന് പകരം മധ്യസ്ഥർ വഴിയുള്ള ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് മാത്രമാണ് ഇറാൻ പറയുന്നത്. എന്നാൽ ഇത് ഈ പറഞ്ഞതുപോലെ ഇരട്ട ചുങ്കം ഏർപ്പെടുത്തുമെന്നുള്ള മുന്നറിയിപ്പ് റഷ്യ എന്നതുപോലെ ഇറാനും ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന പശ്ചാത്തലമുണ്ട്. കഴിഞ്ഞ ദിവസം NBC ന്യൂസിന് ട്രംപ് അഭിമുഖം നൽകിയിരുന്നു. ഇതിലാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളും പറയുന്നത്. ബോംബാക്രമണവും സാമ്പത്തിക ആക്രമണവും സാമ്പത്തിക സമ്മർദ്ദവും ഉൾപ്പെടെയുള്ള നിരവധി പ്രത്യാഘാതങ്ങൾ ഇറാൻ നേരിടേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വ്യോമാക്രമണത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക എന്ന് പറയുന്നുണ്ട്. ഏതായാലും നമുക്കറിയാം, 2015 ആണവ കരാർ ഒപ്പിട്ടത് ഇറാനും അമേരിക്കയും തമ്മിൽ. പക്ഷേ ട്രംപ് അധികാരത്തിൽ വന്ന 2018 ഈ ആണവ കരാറിൽ നിന്ന് അമേരിക്ക നിരുപാധികം പിന്മാറുന്ന പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഒമാൻ ഇടപെട്ട് ചില പരോക്ഷമായ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുമെന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം ഇറാന് നേരെ അമേരിക്കൻ ആക്രമണം ഒമാൻ അടക്കമുള്ള രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള ശ്രമങ്ങൾ ഒമാന്റെയും മറ്റും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഏതായാലും യമനിൽ ഇറാനിയൻ പിന്തുണയുള്ള ഹൂത്തി വിമതർക്ക് നേരെയുള്ള അമേരിക്കൻ ആക്രമണം തുടരുന്നു എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇത് വലിയ തോതിലുള്ള പ്രാദേശിക സംഘർഷത്തിനൊക്കെ ഇടയാക്കുമെന്നുള്ള മുന്നറിയിപ്പാണ്. ഇനിയും അത്തരം ആക്രമണങ്ങൾ തുടർന്നാൽ തങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന മുന്നറിയിപ്പ് ഇറാനും നൽകുന്നുണ്ട്. ആര്യ, തീർച്ചയായും രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.